പാടത്തോട്ട് ഇറങ്ങിയതാണ് മക്കളെ. വെറുതെ ഒരു വൈബായിട്ട് ഇങ്ങനെ പേരേക്ക് വന്നപ്പോഴേ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ്. നല്ല കണ്ടില്ല പാട് പച്ചപ്പുകൾ കാണുന്നില്ലേ, പുല്ലുകൾ, പച്ചപ്പുകൾ എന്നൊക്കെ. നല്ല കഴുകുന്തോട്ടം, എന്താ ഭംഗി കാണാനല്ലേ കഴുകുന്തോട്ടം. അതിൻ്റെ ഇടയിൽ വാഴയുണ്ട്. അവിടെ കുറച്ചപ്പുറത്തെത്തി കഴിഞ്ഞാൽ തെങ്ങും തോട്ടം. അവിടെ മുത്തുണ്ട് അവിടെ മുത്ത്. ഈ അതിൻ്റെ ഇടയിൽ മുണ്ടാതെ പോകുന്നില്ല ഒത്ത. ഞാൻ തന്നെ അവിടെ നോക്കുന്നത്. അവിടെ ആണെങ്കിൽ അവർ കിണർ കുത്താനുള്ള പരിപാടിക്ക് എന്തൊക്കെ പ്ലാൻ ഇട്ട് കണ്ടിരിക്കുന്നു. വാഴ കല്ല, വാഴത്തട്ട, വാഴപ്പൂമ്പ്, ചപ്പു ചവറുകൾ എല്ലാം ഇങ്ങനെ പോകണം. വെറുതെ വൈബായി പോകണ്ടേ. മുത്താണാ പോണത്. ഞങ്ങളെ കഴുകുന്തോട്ടാണ് കൂടുതൽ. ഇത് ചെറിയ കഴുകുകൾ. അപ്പുറത്ത് നല്ല ഇടയിൽ സണ്ണ് അവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ തെങ്ങും തോട്ടം കാണുന്നുണ്ട്. കണ്ടോ എന്താ ഭംഗിയില്ലേ ഇതിങ്ങനെ. അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഗ്യാപ്പുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണതാണ്. ഇങ്ങനെ പോകും നേരെ ഞങ്ങൾ കുളിക്കണ കുളത്ത്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കുളിക്കണ ഒരു കുളമാണ് ഇവിടെ. കുളപ്പോൾ കാണിച്ചാൽ എത്താനായി. വീടിൻ്റെ അടുത്ത് തന്നെ. ഇവിടെ നോക്കിയാൽ അവിടെ ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വീട്. ഈ പാടം നേരെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വീട്. ഇവിടെ കുളമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കണം. പിന്നെ മേളിൽ റബ്ബർ തോട്ടം. അപ്പം നല്ല തണുപ്പുണ്ടാവും. പാടം, കുളം, കര എന്ന് കേട്ടില്ലേ. എന്തൊക്കെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നല്ല ചപ്പ് വീണിക്കണല്ലോടാ കുളത്തിൽ. ഇത് റബ്ബർ തോട്ടം. കുളത്തിൻ്റെ മേലെ ഭാഗം റബ്ബർ. ഇങ്ങനെ എന്താ വെള്ളമൊക്കെ വെള്ളതാ. മീനൊക്കെ ഉണ്ട്. പൊട്ടിപ്പൊളിഞ്ഞിക്കണം കുറേ. എന്നാ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ആകെ ഇറപ്പായി. ഇവിടെ ഒഴുക്കില്ലാത്തതുകൊണ്ടാണ്. ഇതൊന്ന് ഓപ്പണാക്കി കൊടുത്താൽ മതി. എന്നാൽ വെള്ളം കുറേയൊക്കെ പോവുണ്ട് ഇവിടെ. ഇവിടെ തടഞ്ഞു നിൽക്കുന്നു. ചപ്പായാണ്. മുത്താടെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഇതുണ്ടില്ല.